വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവസാന്നിധ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 51 അധ്യായം 11-12 വാക്യങ്ങൾ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദൈവസാന്നിധ്യത്തിനായി നിങ്ങൾ വാസ്തവമായും ആഗ്രഹിക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിനെ അപ്രീതിപ്പെടുത്തുന്ന എല്ലാ പാപങ്ങളെയും ലംഘനങ്ങളെയും ബന്ധനങ്ങളെയും നിങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യണം. പാപം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അത് നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ ഒരു വേർതിരിവ് സൃഷ്ടിക്കുന്നു. അത് നിങ്ങളുടെ ആത്മീയ നടത്തത്തെ മന്ദഗതിയിലാക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുടക്കുകയും ചെയ്യുന്നു. നിങ്ങളെ വീണ്ടെടുക്കാൻ കർത്താവ് ഏറ്റവും ഉയർന്ന വില നൽകിയിട്ടുണ്ട്. പാപത്തിലൂടെ അവൻ്റെ വലിയ സ്നേഹവും ത്യാഗവും അവഗണിച്ചുകൊണ്ട് അവനെ ദുഃഖിപ്പിക്കരുത്. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നും നിങ്ങൾ നിങ്ങളുടേതല്ലെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിനാൽ നിങ്ങളുടെ ശരീരത്തിനും ദൈവത്തിൻ്റെ ആത്മാവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് 1 കൊരിന്ത്യർ 6 അധ്യായം 19-20 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. ദൈവസാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നതിനുള്ള കാരണം ചോദിച്ചപ്പോൾ ഒരു ഭക്തൻ മറുപടി പറഞ്ഞു, ആത്മപരിശോധനയുടെ പതിവ് ശീലമാണിത്. എല്ലാ വൈകുന്നേരവും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് സ്വയം 5 ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ പരിശോധിക്കാൻ അനുവദിച്ചു. ഒന്നാമതായി, ഇന്ന് ഞാൻ സത്യത്തിലും സത്യസന്ധതയിലും ജീവിച്ചിട്ടുണ്ടോ? 2, ഞാൻ അശുദ്ധിക്കോ ദുഷ്ടചിന്തകൾക്കോ ഇടം നൽകിയിട്ടുണ്ടോ? 3, എൻ്റെ ഹൃദയത്തിൽ കയ്പിൻ്റെ ഏതെങ്കിലും വേര് ഞാൻ അനുവദിച്ചിട്ടുണ്ടോ? 4, എൻ്റെ ഉദ്ദേശങ്ങളും ചിന്തകളും ഉദ്ദേശങ്ങളും കർത്താവിനോട് യോജിച്ചതാണോ? 5, ഇന്ന് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എൻ്റെ സ്വന്തം അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ മഹത്വം മാത്രം അന്വേഷിച്ചിട്ടുണ്ടോ? ദാവീദ് രാജാവ് ദിവസവും പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ ഉത്കണ്ഠകളെ അറിയണമേ, എന്നിൽ എന്തെങ്കിലും ദുർമാർഗമുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന്. ഇത് സങ്കീർത്തനം 139 അധ്യായം 23-24 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. പാപം മൂലം ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് ആദിമസമയിലെ വിശ്വാസികൾ ശക്തമായ ബോധ്യമുണ്ടായിരുന്നു. റോമൻ ചക്രവർത്തിയുടെ മുൻപാകെ നിന്നപ്പോൾ ഒരു ചെറിയ നുണ പറഞ്ഞും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞും വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിയുമായിരുന്നു. എന്നാൽ പകരം അവൻ തൻ്റെ ജീവൻ അവൻ്റെ സാക്ഷിയായി അർപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി ഉറച്ചു നിൽക്കുമോ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 59 അധ്യായം 2 വാക്യം. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 135-136 അധ്യായങ്ങൾ, വൈകുന്നേരം 1 കൊരിന്ത്യർ 12 അധ്യായം. ആമേൻ.